ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് +1 മാത്തമാറ്റിക്സിൽ ചാപ്റ്റർ 2 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 2.3 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ദ ഫോളോയിങ് റിയൽ ഫങ്ഷൻ. നമുക്കിവിടെ തന്നിട്ടുള്ള രണ്ട് ഫങ്ഷനുകൾ റിയൽ ഫങ്ഷൻസ് ആണ്. അതിൻ്റെ ഡൊമെയിനും റേഞ്ചും കാണണം. അതിൽ ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. ആ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന രണ്ടാമത്തെ ഇമേജ് അതിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിൽ ഫസ്റ്റത്തെ സൊല്യൂഷൻ എടുക്കാം. ഇതിൽ ഞാൻ എക്സിന് ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ ഇവിടെ ഓരോന്ന് കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എക്സിന് ഞാൻ 3 കൊടുത്തു. അപ്പം മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പം മൈനസ് മോഡ് എക്സ് എന്താണ്? -3 ആണ്. അതൊരു റിയൽ നമ്പറാണ്. ഇനി എക്സിന് ഞാൻ 2 കൊടുത്തു. ഇവിടെ 2 വരും. അപ്പോൾ ഇവിടെ -2 കിട്ടും. അതും ഒരു റിയൽ നമ്പറാണ്. ദെൻ എക്സിന് ഞാൻ 1 കൊടുത്തു. അപ്പോൾ മോഡ് എക്സ് 1 ആണ്. അപ്പോൾ മൈനസ് മോഡ് എക്സ് -1, അതും റിയൽ നമ്പറാണ്. 0 കൊടുക്കുമ്പോൾ 0 കിട്ടും. -1 കൊടുക്കുമ്പോൾ മൈനസിൻ്റെ മോഡ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആവും. പക്ഷേ മോഡിൻ്റെ മൈനസ് ആണ് വീണ്ടും പുറത്തപ്പോൾ -1, അത് റിയൽ നമ്പറാണ്. -2 കൊടുത്തപ്പോഴും അത് തന്നെയാണ്. -3 കൊടുത്തപ്പോഴും. ഒന്നുകൂടി നോക്കിക്കോളാം. 3 കൊടുത്തു. ഓക്കെ, അപ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. പോസിറ്റീവിൻ്റെ മോഡ് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ ഈ മോഡിൻ്റെ മൈനസ് ഇവിടെ മൈനസ് മോഡ് എക്സ് ആണ്. മോഡ് എക്സ് 3 ആണ്. അപ്പോൾ അതിൻ്റെ മൈനസ് -3. മോഡ് 2 ആണ്. അപ്പോൾ അതിൻ്റെ മൈനസ് -2. 1ൻ്റെ മോഡ് 1 ആണ്. അതിൻ്റെ മൈനസ് -1. 0ൻ്റെ മോഡ് 0 ആണ്. അതിൻ്റെ മൈനസ് 0ക്ക് സൈനിലാച്ച് ന്യൂട്രൽ. -1ൻ്റെ മോഡ് +1 ആണ്. ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ മോഡ് എടുക്കുമ്പോൾ നെഗറ്റീവ് ക്യാൻസൽ ആയിട്ട് പോസിറ്റീവ് ആവും. അപ്പോൾ -1ൻ്റെ മോഡ് 1 ആണ്. പക്ഷെ അത് നെഗറ്റീവ് ആകുമ്പോൾ -1 കിട്ടും. മോഡ് മൈനസ് മോഡ് എക്സ് വരുമ്പോൾ -1 കിട്ടും. -2ൻ്റെ മോഡ് 2 ആണ്. അതിൻ്റെ നെഗറ്റീവ് -2 ആണ്. -3ൻ്റെ മോഡ് 3 ആണ്. അതിൻ്റെ നെഗറ്റീവ് -3 ആണ്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം നോക്കിയേ. എക്സിന് നമുക്ക് ഏത് വാല്യൂ വേണമെന്നുണ്ടെങ്കിലും കൊടുത്തൂടെ? എക്സിന് ഇനി വേണമെന്നുണ്ടെങ്കിൽ 1/2 കൊടുക്കാം. ഇപ്പോൾ 1/2 കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1/2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ മോഡും 1/2 തന്നെയാണ്. അപ്പോൾ മൈനസ് എടുക്കുമ്പോൾ -1/2 ആവും. ഇനി -3/2 ആണ് കൊടുക്കുന്നതെങ്കിലോ? അതിൻ്റെ മോഡ് 3/2 ആണ്. പക്ഷെ അതിൻ്റെ മൈനസ് എടുക്കുമ്പോൾ -3/2 ആവും. എങ്ങനെ ആയാലും ആൻസർ നമുക്ക് നെഗറ്റീവ് നമ്പറേ കിട്ടുള്ളൂ, അല്ലേ? നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആവും. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ആവും. പോസിറ്റീവിൻ്റെ മോഡ് പോസിറ്റീവ് തന്നെയാണ്. അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ആവും. അപ്പോൾ എങ്ങനെ ആയാലും ഏത് വാല്യൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പറാണ്. ഏത് റിയൽ നമ്പർ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. പക്ഷെ റേഞ്ച് നമുക്ക് വരുന്നത് നോക്കിയേ, നെഗറ്റീവ് നമ്പറുകളാണ്. ഇപ്പം -1000 കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ -1000 ആണ് കിട്ടുക. -1000ൻ്റെ മോഡ് എടുക്കുമ്പോൾ 1000 ആവും. അതിൻ്റെ മൈനസ് വരുമ്പോൾ വീണ്ടും -1000. അപ്പോൾ പോസിറ്റീവിലേക്ക് ഒരിക്കലും ഇത് പോകൂല. 0 വരെ പോകും. 0ൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് റേഞ്ച് കിട്ടില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് നെഗറ്റീവ് തൊട്ട് നെഗറ്റീവ് ഏത് വരെ വേണമെന്നുണ്ടെങ്കിലും പോകാം. അപ്പം -∞ അങ്ങനെ അനന്തമായിട്ട് കിടക്കുന്നതിനെ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് അല്ലെങ്കിൽ സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ റേഞ്ച് നമുക്ക് -∞ തൊട്ട് 0 വരെയുണ്ട്. ഡൊമെയിന് നമുക്ക് ഏത് റിയൽ നമ്പർ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ ആൻസർ ആയിട്ട് വരുന്നത്. X can be any real number, but f of x will be always 0 or negative number. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ കിട്ടിയത്. എക്സിന് നമുക്ക് ഏത് വാല്യൂ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. ഏത് റിയൽ നമ്പർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആർക്ക് കൊടുക്കാം? എക്സിന് കൊടുക്കാം. പക്ഷേ എഫ് ഓഫ് എക്സ് എപ്പോഴും എന്താണ്? 0 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ് ഓഫ് ദ ഓർഡേർഡ് പെയർ ഇൻ എ റിലേഷൻ കോൾഡ് ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ. സെക്കൻഡ് എലമെന്റിനെ നമ്മൾ റേഞ്ച് എന്ന് പറയും. ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ് ഇൻ ദ റിലേഷൻ കോൾഡ് റേഞ്ച് ഓഫ് ദ റിലേഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വാല്യൂണ് ഡൊമെയിൻ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏത് വാല്യൂ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്. റേഞ്ച് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി -∞ ഒരിക്കലും നമ്മൾ ക്ലോസ് 0 വരെ എന്നാണ്. 0 വരെ നമ്മൾ എവിടം വരെ പോകുമോ അതിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ഇത് കാണിച്ചുതരാം, എന്നിട്ട് പറഞ്ഞു കേട്ടോ. ഈ ബ്രാക്കറ്റിനെ നമ്മൾ ഈ ഇൻഫിനിറ്റിൻ്റെ അവിടെ കൊടുത്ത ബ്രാക്കറ്റിനെ നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയും. അതിനർത്ഥം ഇത് ഇൻക്ലൂഡ് അല്ല എന്നാണ്. ഇൻഫിനിറ്റിക്ക് എപ്പോഴും നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റാണ് കൊടുക്കുക. ഇൻഫിനിറ്റി എവിടെ നമുക്ക് അറിയില്ല, നമുക്ക് എവിടെ എത്തണം എന്നുള്ളത്.
ഈ സീറോക്ക് സ്ക്വയർ ബ്രാക്കറ്റ്, ഇതിനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് അഥവാ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്നാണ് പറയാം. അഥവാ സീറോ ഇൻക്ലൂഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ -∞ തൊട്ട് 0 വരെ സീറോ ഇൻക്ലൂഡ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തത്. സീറോ അതിൽ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കൂല, ഓപ്പൺ ബ്രാക്കറ്റ് തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഡൊമൈനും റേഞ്ചും ഓക്കെ ആയല്ലോ ഫസ്റ്റത്തേൻ്റെ. ഇനി നമുക്ക് രണ്ടാമത്തേലോട്ട് പോകാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √9 - x². ആദ്യം ഞാൻ എക്സിന് 0 കൊടുത്തു, പോസിറ്റീവ് നമ്പറുകളാണ് ആദ്യം കൊടുക്കുന്നത്. എക്സിന് 0 കൊടുത്തു, അപ്പോൾ √9 - 0² 0, 9 - 0 √9 റിയൽ നമ്പറാണ്. √9 എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ആണ് കിട്ടുക, റേഞ്ച് 3 ആയി. ദെൻ എക്സിന് ഞാൻ 1 കൊടുത്തു, അപ്പോൾ √9 - 1ൻ്റെ സ്ക്വയർ 1 ആണ്. 9 1 പോയാൽ √8 റിയൽ നമ്പറാണ്. എക്സിന് ഞാൻ 2 കൊടുത്തു, 2ൻ്റെ സ്ക്വയർ 4 ആണ്, അപ്പം 9 - 4 വരും. 9 - 4 എത്രയാണ്? 5 ആണ്, √5, അതും റിയൽ നമ്പറാണ്. അടുത്തത് എക്സിന് ഞാൻ 3 കൊടുത്തു, 3ൻ്റെ സ്ക്വയർ 9 ആണ്. 9 - 9 √0, 0 എന്ന് പറയുന്നതും റിയൽ നമ്പറാണ്. ഇനി 4 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ 16 ആണ്. ഈ 9 16 പോയാൽ നമുക്ക് -7 ആണ് കിട്ടുക. ഇതൊരു റിയൽ നമ്പർ അല്ല, ഇറ്റ്സ് ആൻ ഇമാജിനറി നമ്പർ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അത് നമുക്ക് വരുന്നുണ്ട്, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് വരുന്നുണ്ട്. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതൊരു ഇമാജിനറി നമ്പറാണ്, സോ അത് റിയൽ നമ്പറിൽ പെടില്ല. നമ്മളിത് റിയൽ ഫംഗ്ഷൻ ആണ്. സോ √-7 എന്ന് പറയുന്നത് നമ്മളുടെ ഇതിൽ പെടില്ല. അപ്പോൾ നമുക്ക് അവിടെ ക്യാൻസലായി. ഇനി 4ൻ്റെ മുകളിലോട്ട് ഏത് പോസിറ്റീവ് നമ്പറും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. 5 പറ്റില്ല, 6 പറ്റില്ല, 7 പറ്റില്ല, 8 പറ്റില്ല, ഒരു നമ്പർ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. പറ്റുമോ? അതേപോലെ തന്നെ വേറൊരു കാര്യം, റിയൽ നമ്പർ എന്ന് പറയുമ്പോൾ വെറും നാച്ചുറൽ നമ്പേഴ്സ് മാത്രമല്ല നമുക്ക് എടുക്കേണ്ടത്. നോക്കിയാൽ മക്കളെ, ഈ 3ൻ്റെ മുകളിലോട്ട് 3.1 പോലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 3.1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 പോയിന്റ് സംതിങ് വരും, വരൂലേ? 9 പോയിന്റ് സംതിങ് വരും. 9 പോയിന്റ് സംതിങ്, 9ൻ്റെ മുകളിലോട്ട് എത്ര വന്നു കഴിഞ്ഞാലും 9ൽ നിന്നും ആ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് നമ്പറാണ് കിട്ടുക. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾ 3.1ൻ്റെ സ്ക്വയർ അഥവാ 31ൻ്റെ സ്ക്വയർ ആണ് വരിക. 3.1 1 × 1 1 വരും, ഒരു 3 3 3 9 961 വരും. അത് 9.61 ആണ് വരിക. 9.61 ആണ് വരിക. 9ൽ നിന്നും 9.61 കുറക്കുമ്പോൾ -0.61, അതും റിയൽ നമ്പർ അല്ല. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് റിയൽ നമ്പർ അല്ല. ഓക്കെ, സോ 4ൻ്റെ മുകൾ 3ൻ്റെ മുകളിലോട്ട് ഒരു നമ്പറും പോകില്ല. ഇനി നമുക്ക് നെഗറ്റീവ് നമ്പറുകൾ എടുക്കാം. അത് ഞാൻ -1 എടുത്തു, അപ്പം 9 -1ൻ്റെ സ്ക്വയർ എത്രയാ? 1 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ തന്നെ കിട്ടി, √8. -2 എടുക്കുമ്പോൾ -2ൻ്റെ സ്ക്വയർ 4 ആണ്, അപ്പോൾ നേരത്തെ പോലെ √5 കിട്ടും. ഇനി -3 എടുത്തു, -3ൻ്റെ സ്ക്വയർ 9 ആണ്, അപ്പോൾ നമുക്ക് നേരത്തെ പോലെ 0 കിട്ടി. ഇനി -4 എടുത്തു, -4ൻ്റെ സ്ക്വയർ എത്രയാ? 16 ആണ്. സോ നെഗറ്റീവ്, നോട്ട് എ റിയൽ നമ്പർ. അപ്പോൾ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് 0 തൊട്ട് 1 2 3 വരെ പോകാം. അതേപോലെ തന്നെ -1 -2 -3 വരെ പോകാം. അഥവാ -3യുടെയും 3യുടെയും ഇടയിലുള്ള ഏത് നമ്പറും, ഈ -3യും 3യും ഇൻക്ലൂഡഡ് ആണോ? ആണ്. ഇങ്ങനെ ഏത് നമ്പർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എക്സിന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡൊമെയിൻ -3ൻ്റെയും 3ൻ്റെയും ഇടയിൽ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറുകളെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഇവിടുത്തെ റേഞ്ച് നമുക്ക് കിട്ടുന്നത് 0ക്കും 3ക്കും ഇടയിലാണ്. നോക്കിയേ, ആദ്യം നമുക്ക് 1 കിട്ടി. 1 കിട്ടി, സോറി എക്സിന് ഒരു മിനിറ്റ്, -3ക്കും 3ക്കും ഇടയിൽ റേഞ്ച് നമ്മൾ 0 കൊടുത്തപ്പോൾ √9 കിട്ടി. √9 എന്ന് പറഞ്ഞാൽ 3 ആണ് ഫസ്റ്റത്തെ റേഞ്ച് കേട്ടോ, ഫസ്റ്റത്തെ ഇമേജ്. 1 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എവിടെ? √8 ആണ്, അത് 3ൻ്റെ താഴത്തേക്കാണ്. 2 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് √5 ആണ്, അതും 3ൻ്റെ താഴത്തേക്കാണ്. 3 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് √0 ആണ്, അത് 0 ആണ്. ഓക്കെ, ഇനി അടുത്തത് അതേപോലെ തന്നെ നോക്കിയാൽ, പിന്നെ 4 കൊടുത്തപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. -1 കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എവിടെ? √8, അത് 3ൻ്റെ താഴത്തേക്കാണ്. -2 കൊടുത്തപ്പോൾ √5, അത് 3ൻ്റെ താഴത്തേക്കാണ്. -3 കൊടുത്തപ്പോൾ 0. കണ്ടോ, 0ൻ്റെയും 3ൻ്റെയും ഇടയിലുള്ള നമ്പറല്ലേ നമുക്ക് റേഞ്ച് ആയിട്ട് കിട്ടുന്നുള്ളൂ. വേറെ നമ്പർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. നെഗറ്റീവ് നമ്പർ നമുക്ക് നെഗറ്റീവ് കിട്ടിയാൽ പെടില്ല എന്ന് പറഞ്ഞു. 3ൻ്റെ മുകളിലേക്കുള്ള നമ്പറും പോയിട്ടില്ലല്ലോ. 3 ഉണ്ട്. √9 വന്നപ്പോൾ ഇവിടെ 3 വന്നിരിക്കണം റേഞ്ച്.
അപ്പോൾ 3 ഇൻക്ലൂഡഡ് ആണ്. 0യും ഉണ്ട്. ഇതാ 0 എവിടെ? ഇതാ 0. റൂട്ട് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 ഇൻക്ലൂഡഡ് ആണ്, 3യും ഇൻക്ലൂഡഡ് ആണ്. 0ക്കും 3ക്കും ഇടയിൽ. അതുകൊണ്ടാണ് റേഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0-3 എന്ന് പറഞ്ഞത്. മുകളിലെ ഡൊമൈനും -3 ആണ്. അതും -3 ഇൻക്ലൂഡഡ് ആണ്, 3യും ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ ഇടയിലുള്ള എല്ലാ നമ്പറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും വരുന്നത്. അപ്പോൾ എന്താണ് ഡൊമൈനും റേഞ്ച്? നമുക്ക് ഇങ്ങനെ വരുന്ന റിയൽ ഫംഗ്ഷൻ എങ്ങനെ കാണുക എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ.